തൃശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികളായ അനീഷയും ഭവിനും റിമാൻഡിൽ. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. ശ്രീകുമാരൻ തൃശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇന്ന് തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇപ്പോൾ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിലായി പോലീസ് കോടതിയിലടക്കം ധരിപ്പിച്ചിരിക്കുന്നത്? കൊലപാതകങ്ങൾ 2 കേസായി പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഭവിന്റെ അറിവോടുകൂടിയാണ് അനീഷ ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദീപ മോഹന് മുൻപാകെ ഇരുവരെയും ഹാജരാക്കിയത്. ഭാവവ്യത്യാസങ്ങളില്ലാതെ തന്നെയായിരുന്നു കോടതിക്കകത്തേക്ക് അനീഷയും അതുപോലെ തന്നെ ഭവിനും കയറിപ്പോയത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരം മാത്രമാണ് കോടതി നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. കോടതിയിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചില്ല. ശേഷം അവിടെ നിന്ന് കോടതിക്ക് ഉള്ളിൽ നിന്ന് അനീഷയ്ക്ക് കൃത്യമായ രീതിയിലൊരു അഭിഭാഷകനെ കുടുംബം ഏർപ്പാട് ചെയ്ത് നൽകിയിരുന്നു. അഡ്വക്കേറ്റ് അശ്വിൻ എന്ന അഭിഭാഷകൻ അനീഷയ്ക്ക് വേണ്ടി ഹാജരായി. ശേഷം പുറത്തേക്ക് റിമാൻഡ് ആണെന്ന് 14 ദിവസത്തേക്ക് രണ്ടുപേരെയും ഈ മാസം 14-ാം തീയതി വരെ റിമാൻഡ് ചെയ്യുന്നുവെന്ന് ജഡ്ജ് ദീപാമോഹൻ അറിയിച്ചു. അതിനുശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് സഹോദരനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമായിരുന്നു. വികാരനിർഭരമായ തരത്തിൽ സഹോദരനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം ഇപ്പോഴും കോടതിക്കകത്ത് തന്നെ തുടരുകയാണ്. ചില എഴുത്തുകുത്തുകളും അതുപോലെ തന്നെ ഒപ്പിടുന്ന പരിപാടികളും ഒക്കെ കോടതിക്കകത്ത് പൂർത്തിയാകാനുണ്ട്. ശേഷം അനീഷയെ നേരെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കും ഭവിനെ തൊട്ടടുത്ത ഇരിങ്ങാലക്കുട സബ് ജയിലിലേക്കും മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമായിരിക്കും. എന്തായാലും ക്രൂരമായ കൊലപാതകം 2 നവജാത ശിശുക്കളെയും എന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഭവിന്റെ വീട്ടിൽ നിന്നടക്കം ഇത്തരത്തിൽ അസ്ഥി കണ്ടെടുത്തുവെന്ന് ഡിവൈഎസ്പി ബിജുകുമാർ, ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ അറിയിച്ചിരുന്നു. അപ്പോൾ പോലീസിന് നിർണായകമായ ചില രേഖകൾ മനുഷ്യ ശരീരത്തിന്റെ അംശം തന്നെ അല്ലെങ്കിൽ എല്ലിന്റെ അംശം തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധരും അത് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ശേഷം ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനാകാവൂ എന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം. എന്തായാലും ഇതുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജയിലിലേക്ക് മാറ്റും. ശ്രീകുമാറിനാണ് തൃശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.